പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട് സന്ദർശിക്കുകയാണ്. കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി രാവിലെ 11:55-ന് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം ചൂരൽമലയിലേക്ക് എത്തുക. പിന്നീട് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വൈകിട്ട് 3 വരെ വയനാട്ടിൽ തുടരുന്ന പ്രധാനമന്ത്രി പ്രത്യേക അവലോകന യോഗത്തിലും പങ്കെടുക്കും. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വ്യോമനിരീക്ഷണവും നടത്തും. എന്തായാലും മേപ്പാടിയിൽ നിന്ന് മിഥുൻ മുരളിയും കൽപ്പറ്റ ടൗണിൽ നിന്ന് അരുൺ കൊടുങ്ങൂറും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുനിലേക്ക് മിഥുൻ, അവിടുത്തെ ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ എന്താണ്? പ്രധാനമന്ത്രിയെ പ്രതീക്ഷിച്ച് ആരൊക്കെയാണ് അവിടെയുള്ളത്? പ്രതിപിള്ള, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ചൂരൽമല മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് പോകുന്ന റോഡിലാണ്. ഇവിടെ നിന്ന് 12 കിലോമീറ്ററാണ് ഉള്ളത്. കൽപ്പറ്റ ടൗണിൽ നിന്നും മേപ്പാടി വഴി ചൂരൽമലയ്ക്ക് പോകുന്ന പ്രധാന റോഡ് 12 കിലോമീറ്ററുള്ള റോഡാണിത്. ഈ റോഡിൽ നിന്നും ഇനിയുള്ള റോഡിൻ്റെ ഭാഗങ്ങളിലേക്ക് ഒരു വാഹനങ്ങളും ഇപ്പോൾ കടത്തിവിടുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിന് മുൻപിലേക്ക് ഇനിയുള്ള 12 കിലോമീറ്റർ ദൂരത്തേക്ക് കടത്തിവിടുന്നത്. ഇതിന് തൊട്ട് സമീപത്തോട് ചേർന്നാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്ന പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പും ഉള്ളത്. ആശുപത്രിയിലേക്ക് ഏകദേശം ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് 1/2 കിലോമീറ്റർ ദൂരവും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 2 കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ ദുരിതബാധിതർ കഴിയുന്ന ഒരു ക്യാമ്പുമുള്ളത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ 500-ന് മുകളിൽ ആളുകൾ അവിടെ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദുരിതമുണ്ടായ സമയത്തും ഉണ്ടായിരുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടിയാണ് ഇത്. ബാരിക്കേഡുകൾ തീർത്ത് റോഡിന് ഇരുവശവും സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം SPG കമാൻഡോസ് ഈ ഒരു മേഖലയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയും സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. കൽപ്പറ്റയിലേക്ക് രാവിലെ 11:50 അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങും. തുടർന്ന് ഈ റോഡ് മാർഗം, ഈ വഴി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡ് മാർഗമായിരിക്കും അദ്ദേഹം എത്തുക. കൽപ്പറ്റയിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്ററിൽ തന്നെ വ്യോമനിരീക്ഷണം നടത്തുകയും ചെയ്യും. എയർ ഇന്ത്യയുടെ Boeing 777 വിമാനത്തിൽ രാവിലെ 11:05-നാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. 11:10-ന് വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും. ഉരുൾപൊട്ടലുണ്ടായ ഭാഗങ്ങളിൽ മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അടക്കമുള്ള ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതലുള്ള ആ പ്രദേശങ്ങളിൽ അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തും. അദ്ദേഹത്തിന്റെ ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നും ദുരന്തത്തിന്റെ ആഘാതം ഈ ഒരു ഭൂമിക്കുണ്ടാക്കിയിരിക്കുന്ന ആഘാതം എത്രത്തോളമാണെന്നുമുള്ള കാര്യം ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകളിലൂടെയൊക്കെ ബോധ്യമായതാണ്. കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യൻ ഈ ഒരു ദുരന്തമുണ്ടായി തൊട്ടടുത്ത നിമിഷം തന്നെ പൂർണ്ണമായ സന്നാഹങ്ങളുമായി ഇവിടെ നിലയുറപ്പിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പും ദുരിതബാധിത മേഖലകളുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും കൃത്യമായ വിലയിരുത്തലുകൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുകയും ചെയ്തതാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജോർജ് കുര്യൻ ആ ദുരന്തത്തിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇവിടം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുകയും കൃത്യമായ റിപ്പോർട്ടുകൾ, സ്ഥിതിവിവരങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ദുരന്തബാധിത മേഖലയിലേക്ക് എത്തി ദുരന്തത്തിന്റെ ആഘാതത്തെ പറ്റി അദ്ദേഹം കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി. ഇവിടെ സൈന്യം നടത്തിയ ഇടപെടലുകൾ, സേവനങ്ങൾ അതൊക്കെ കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ടു. സൈന്യത്തെ അഭിനന്ദിച്ചു. ഇനി അതിജീവനത്തിന്റെ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതിനെ പറ്റി കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി. അതിജീവനത്തിന് ആവശ്യമായ ഈ ഒരു നാടിനെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ ഉടൻ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവർക്ക് നൽകിയിട്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി തിരികെ മടങ്ങിയത്. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുള്ള ചർച്ച എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാവുന്ന രീതിയിൽ അത് എത്രയും വേഗം സാധ്യമാക്കിക്കൊണ്ട് പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടം സന്ദർശിച്ചുകൊണ്ട് ഈ ദുരന്തബാധിത മേഖല സന്ദർശിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന്റെ ആഘാതം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഉറപ്പ് നൽകിയിരുന്നു. അത് ഇവിടുത്തെ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. അതിജീവനത്തിന്റെ ഘട്ടമാണ് ഇനിയുള്ളത്. രക്ഷാദൗത്യം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലാണ്. ഇനി ഉള്ളത് അതിജീവനത്തിന്റെ ഘട്ടം. ഈ നാടിനെ മിഥുനിലേക്ക് മടങ്ങിയെത്താം. കാര്യം അരുൺ കൊടുങ്ങൂർ കാത്തു നിൽക്കുകയാണ് കൽപ്പറ്റ ടൗണിൽ. അരുൺ അവിടെ നിന്ന് നീങ്ങേണ്ടതുണ്ട്. അരുൺ കൊടുങ്ങൂർ, നമസ്തേ. സ്വാഭാവികമായും ഈ വലിയ ദുരന്തത്തിന്റെ ദുഃഖത്തിന്റെ നാളുകൾ പിന്നിട്ട് ഇപ്പോൾ മിഥുൻ മുരളി പറഞ്ഞ പോലെ തന്നെ അതിജീവനത്തിന്റെ ഇനിയൊരു ശുഭപ്രതീക്ഷയുടെ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് ആത്മവിശ്വാസത്തോടെ നമുക്കത് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നീങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു നാടാണ്. ദുരന്തം ഇന്നലെയുടെ ഒരു മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മയായി മാറുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ തന്നെയല്ലേ ആ നാട് കേരളവും
ഉറ്റുനോക്കുന്നത്? പ്രതിഭ തീർച്ചയായും അതുതന്നെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഇവിടെ നിന്ന് പകർത്തിയ ഓരോ ദൃശ്യങ്ങളും ഓരോ കരച്ചിലുകളും ഓരോ വിലാപങ്ങളും അത്രയേറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ്. വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ നടുങ്ങി നിൽക്കുന്ന ഒരു നാട്, ഒരു വലിയ ദുരന്ത മുഖത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നാട്, അങ്ങനെ ഒരു എന്തു ചെയ്യണമെന്നറിയാതെ അതിജീവനത്തിലേക്ക് എങ്ങനെ പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു നാട്. ആ നാട്ടിലേക്കാണ് പ്രധാനമന്ത്രി അവരുടെ കണ്ണീരൊപ്പാനായി സ്വാന്തനമേകാനായി എത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനടക്കം ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ ചെയ്യും, ഈ ദുരന്ത ഭൂമിയിൽ ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് പ്രധാനമന്ത്രി ആദ്യ സമയങ്ങളിൽ നൽകിയത്. അത് വെറും വാക്കിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്കുള്ള കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ദ്രുതഗതിയിൽ സൈന്യത്തെ ഇവിടേക്ക് അയക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിന് സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിനായിരുന്നു ഈ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടെ NDRFന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളും എല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രക്ഷാപ്രവർത്തനത്തിന് നാഴികക്കല്ലായത് ഈ ബെയിലി പാലം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ ഒരു ബെയിലി പാലത്തിലൂടെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇനി ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും വയനാടിന്റെ അതിജീവനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ ഇവിടേക്ക് ഇട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇവിടേക്ക് നയിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. മന്ത്രി ജോർജ് കുര്യൻ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നടന്നത്. സമഗ്രമായ ഒരു റിപ്പോർട്ട്, ഈ പ്രദേശങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് ഇവിടുന്ന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഓരോ ദിവസവും കൃത്യമായി തെരച്ചിലടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ഓരോ ദിവസവും കൃത്യമായി ഇവിടെ നിന്നും സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇവിടെയുള്ള ആളുകൾക്ക് സ്വാന്തനമാകാനായി, ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആളുകൾക്ക് സ്വാന്തനമാകാനായി ഈ നാട്ടിലേക്ക് എത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാന സർക്കാരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു സന്ദർശനത്തെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം കലവറയില്ലാത്ത ഒരു പിന്തുണയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ആ പിന്തുണ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. സുരേഷ് ഗോപി അടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രമന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിക്ക് ഒപ്പമെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണയായിരുന്നു ഈ ദുരന്ത മുഖത്ത് പകച്ചു നിൽക്കുന്ന കേരളത്തിന് ഇവിടെ നിന്നും നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ഏതു തരത്തിലുള്ള മനുഷ്യസാധ്യമായ, പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണ്, മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും വയനാടിന് വേണ്ടി കേരളത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ള ഒരു വലിയ ഉറപ്പായിരുന്നു ആദ്യഘട്ടങ്ങളിൽ കൊടുത്തത്. ആ ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രദീപ്.